പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിനെ ന്യായീകരിച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് പേരാമ്പ്രയിൽ പോലീസ് ശ്രമിച്ചതെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ഷാഫി പറമ്പിലാണ് പ്രശ്നമുണ്ടാക്കിയത്. ഷാഫി അക്രമികൾക്കൊപ്പമാണ് നിന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പേരാമ്പ്രയിൽ CPM വിശദീകരണ യോഗം പുരോഗമിക്കുകയാണ്. ഈ ഒരു സംഘർഷത്തിൽ ഷാഫിക്ക് പരിക്ക് പറ്റിയെന്നാണല്ലോ പറയുന്നത്. വടകര MPക്ക് പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. അത് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDFന് മാത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പോലീസുകാരുമായി മൽപിടുത്തമുണ്ടായി, പോലീസിന്റെ ലാത്തി തട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ കള്ളപ്രചാരവേല നടത്തി നിരപരാധികളെ നേരെ കുറ്റം ചാർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറ്റം ചാർത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർ അവരെ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ നാടിന്റെ സവിശേഷത. മുഹമ്മദുണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, പേരാമ്പ്രയിൽ CPMന്റെ വിശദീകരണ യോഗത്തിൽ ഈ ഷാഫി പറമ്പിൽ MPക്ക് നേരെ ഒരു ഭീഷണിയുടെ സ്വരമാണ് EP ജയരാജൻ ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിനെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചു. വിശദീകരണ യോഗം സമാപിച്ചോ? എന്താണ് ഇതിന്റെ തുടർ വാർത്തകൾ? വിശദീകരണ യോഗം ഇപ്പോൾ തുടരുകയാണ്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് CPM വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിലാണ് EP ജയരാജന്റെ ഭീഷണി ഉണ്ടായത്. ഭീഷണിയിൽ അദ്ദേഹം പറയുന്നത്, ഈ ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ, ഇനി കളിച്ചാൽ സൂക്ഷിക്കണം, തങ്ങളുടെ മെക്കെട്ട് കയറിയാൽ അനുസരിക്കും, അതുപോലെ തന്നെ ഈ കയ്യൊക്കെയുള്ള CPM പ്രവർത്തകരുണ്ടെങ്കിൽ വന്നവർ തിരിച്ചു പോകില്ല, അങ്ങനെ പോകുന്നു EPയുടെ ഭാഗത്തുള്ള ഭീഷണികളൊക്കെ തന്നെ. ഏതായാലും പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് ഈ സംസാരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും അതോടൊപ്പം LDF കൺവീനർ TP രാമകൃഷ്ണനും. കാരണം CPM പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിട്ടില്ല. പകരം വളരെ സമാധാനപരമായി ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇടപെട്ടത്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പകരം പോലീസിന് നേരെ ബോംബെറിയുകയാണ് UDF പ്രവർത്തകർ ചെയ്തത്. എന്നാൽ പോലീസ് സംയമനം പാലിക്കുകയും അതോടൊപ്പം തന്നെ സമാധാനപരമായി ഇത് നേരിടുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ വടകര റൂറൽ SP ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഷാഫി പറമ്പിൽ MPക്കെതിരെ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. എന്നാൽ ഇതിനെ തള്ളുകയാണ് EP ജയരാജൻ. കാരണം റൂറൽ SP കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ സാധാരണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തേണ്ട പ്രതികരണമല്ല അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ് EP ജയരാജൻ പറഞ്ഞത്. അങ്ങനെ വടകര റൂറൽ SP ഈ നടപടി പോലീസ് നടപടിയെ ഉണ്ടായി, അല്ലെങ്കിൽ ഷാഫി പറമ്പിനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു അതിക്രമം ഉണ്ടായി എന്നുള്ളത് ശരിവെച്ച വടകര റൂറൽ SPയെ തള്ളിക്കൊണ്ടുകൂടിയാണ് EP ജയരാജൻ പ്രസംഗിച്ചത്. ഏതായാലും പോലീസ് നടപടിയെ ന്യായീകരിക്കുകയും അതോടൊപ്പം തന്നെ വടകര റൂറൽ SPയെ തള്ളിപ്പറയുകയുമാണ് ഇന്ന് EP ജയരാജൻ ചെയ്തത്. ഏതായാലും ഇപ്പോൾ CPMന്റെ വിശദീകരണ യോഗം പേരാമ്പ്രയിൽ തുടരുകയാണ്. ഒപ്പം തന്നെ TP രാമകൃഷ്ണനും വലിയ രീതിയിലുള്ള വിമർശനം അവിടെ ഉന്നയിക്കുന്നുണ്ട്. ഈ പോലീസ് നടപടിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് TP രാമകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. ക്രമസമാധാനം ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് അത്തരത്തിൽ ലാത്തി വീശിയതെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ഒരു CPMന്റെ വിശദീകരണ യോഗത്തിൽ പ്രധാനമായും ഈ നേതാക്കന്മാരെല്ലാം എടുത്ത് പറയുന്നത്? സാധാരണഗതിയിൽ ജനപ്രതിനിധികൾ സംഘർഷം ഉണ്ടാകുന്ന പ്രദേശത്തെത്തിയാൽ പോലീസുമായി സംസാരിക്കുകയും പോലീസുമായി ഒരു സംയമനത്തിൽ എത്തുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തുനിന്നും അതുണ്ടായില്ല. പകരം അക്രമികൾക്കൊപ്പം നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ MP ചെയ്തത് എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് വളരെ സമാധാനപരമായി ശാന്തമായി ഈ പ്രശ്നം ഈ സംഘർഷത്തെ നേരിടുകയാണ് ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. പകരം ഈ UDF പ്രവർത്തകരാണ് അക്രമം അയച്ചുവിട്ടത്. അങ്ങനെ ഷാഫി പറമ്പിൽ MPയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടു കൂടിയാണ് ഈ അതിക്രമങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ നടന്നത് എന്നുള്ളത് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും പാടില്ലാത്ത ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയ റൂറൽ SPയെ തള്ളുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ കൂടാതെ UDF പ്രവർത്തകർ ഇവരാണ് അക്രമം വഹിച്ചുവിട്ടത്. അല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായില്ല എന്നുള്ളത് കൂടിയാണ് CPM നേതാക്കളൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. ഏതായാലും ഷാഫി പറമ്പിലിനെതിരെ ഈ CPMന്റെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം വിശദീകരണ യോഗത്തിലുണ്ടായി. EP ജയരാജൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി EP ജയരാജന്റെ പ്രസംഗം പോയി എന്നുള്ളതാണ് ഈ വിശദീകരണ യോഗത്തിൽ എടുത്തു പറയേണ്ട കാര്യം. കാരണം ഈ ഷാഫി പറമ്പിൽ MP ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ മൂക്കിന്റെ പാലം മാത്രമല്ല ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ. ഈ സ്ഥിതിയിലാണ് തുടരുന്നതെങ്കിൽ വന്ന വഴി തിരിച്ചു പോകില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. ഏതായാലും ഇപ്പോഴും CPMന്റെ വിശദീകരണ യോഗം തുടരുകയാണ്.